Okay, ശ്രദ്ധിക്കുക ഇന്റഗ്രൽസിന്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ചെയ്തത് ശരിക്കും ഏതൊക്കെ ഫോർമുലാസ് ആണ് നമുക്ക് യൂസ്ഫുൾ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ബൈ ഹാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ പാർട്ട് 2 അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. സോ ഫൈൻഡ് ദ ഇന്റഗ്രൽസ് ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, ഫസ്റ്റ് ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമ്പിൾ ഏതാണ് 2 ഇന്റഗ്രൽ x cube minus 1 by x square dx എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. സോ എക്സാമ്പിൾ 2 ഇന്റഗ്രൽ x cube minus 1 by എന്തുവാ x square dx. ഇതിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇപ്പൊ ഇതിനെ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ ഈ ഡിനോമിനേറ്റർ രണ്ടിനും ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ x cube by x square minus 1 by x square dx എന്ന് വരും. ഓക്കെ, സോ ഇന്റഗ്രൽ x cube by x square എന്താണ്? നമുക്ക് x കിട്ടും മൈനസ് 1 by x square എന്ത് കിട്ടും? x raised to minus 2 എന്ന് എഴുതാൻ പറ്റും. സോ 1 by x square-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x raised to എന്താണ്? minus 2 എന്ന് എഴുതാൻ പറ്റും. സോ x raised to minus 2 dx. ഇനി നമുക്ക് ഇൻഡിവിജ്വലി ഇന്റഗ്രൽ കൊടുക്കാം. സോ ഇന്റഗ്രൽ x dx മൈനസ് ഇന്റഗ്രൽ x raised to minus 2 dx. അതായത് ഈ ഇന്റഗ്രൽ ഈ രണ്ട് ടേംസിനും ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു. സോ അതിനെ ഫസ്റ്റ് ടൈമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോയി, പിന്നെ സെക്കൻഡ് ടൈമിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോയി. സോ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ 1 ആണ്. അപ്പൊ ഒന്നും കൂടി ആഡ് ചെയ്യണം. സോ എക്സ് റേസ് ടു 1 plus 1 plus 1 ഡിവൈഡ് ബൈ 1 plus 1 മൈനസ് ഇവിടെ ഇനി ഇന്റഗ്രൽ വേണ്ട. സോ ഇവിടെ എക്സ് റേസ് ടു മൈനസ് 2 വരുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 വീണ്ടും ഡിവൈഡ് ബൈ മൈനസ് 2 പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ഏത് ഫോമിലാണ്? ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എന്റെ കൂടെ 1 ആഡ് ചെയ്യണം, ഡിവൈഡ് ബൈ എത്ര? എൻ പ്ലസ് 1. അത് തന്നെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അതാണ് ഇന്റഗ്രേഷന്റെ റൂൾ എന്ന് പറയുന്നത്. സോ ഇത് ഓർത്ത് വെച്ചേക്കോ, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എന്തുവാ? എൻ പ്ലസ് 1. സോ ഇവിടെ എക്സ് റേസ് ടു 1 ആകുമ്പോൾ എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1. സോ എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് വരും. സോ ഇപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 2 ബൈ 2 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1 പ്ലസ് സി എന്ന് വരും. സോ എക്സ് റേസ് ടു 2 ബൈ 2 പ്ലസ് ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1 പ്ലസ് സി എന്ന് വരും. വേണമെങ്കിൽ എക്സ് റേസ് ടു 2 ബൈ 2 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 1 1 ബൈ എക്സ് പ്ലസ് സി എന്ന് എഴുതാം. സോ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ത് കൊടുക്കണം? സോ ആ കോൺസ്റ്റന്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് പ്ലസ് സി എന്നുള്ളതായിരിക്കും ആൻസർ. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. അല്ലാതെ ഇതിന്റെ നോട്ട്സ് കിട്ടുന്ന ആൾക്കാർ അത് നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് റേസ് ടു 2 ബൈ 3 പ്ലസ് 1 ഡി എക്സ് എന്നുള്ളതാണ്. സോ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇന്റഗ്രൽ എക്സ് റേസ് ടു 2 ബൈ 3 ഇൻഡിവിജ്വലി കൊടുക്കാം. ഇന്റഗ്രൽ എക്സ് റേസ് ടു 2 ബൈ 3 പ്ലസ് ഇന്റഗ്രൽ എന്ത്? സോറി, ഇന്റഗ്രൽ എക്സ് റേസ് ടു 2 ബൈ 3. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വലി കൊടുക്കുകയാണെങ്കിൽ ഡി എക്സ് കൊടുക്കണം, പ്ലസ് ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് വരും. സോ എക്സ് റേസ് ടു 2 ബൈ 3 ഡി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? എക്സ് റേസ് ടു 2 ബൈ 3 പ്ലസ് 1 ഡിവൈഡ് ബൈ എത്ര? 2 ബൈ 3 പ്ലസ് 1 പ്ലസ് 1ന്റെ ഇന്റഗ്രേഷൻ, അതായത് കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ ഒരു ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ 1 ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ്. സോ ഇന്റഗ്രൽ 1 ഡി വൈ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ വൈ വരും. സോ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്ത് വരും? എക്സ് വരും. സോ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എക്സ് പ്ലസ് സി. ഇനി ഇത് എക്സ് റേസ് ടു, ഇതിന്റെ അർത്ഥം 2 ബൈ 3 പ്ലസ് 1 അത് ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 5 ബൈ 2 കിട്ടും. ഡിവൈഡ് ബൈ ഇവിടെ എന്ത് വരും? 5 ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി. ഈ 2 മുകളിൽ പോകുമ്പോൾ 2 ബൈ 5 എക്സ് റേസ് ടു 5 ബൈ 2 പ്ലസ് എക്സ് പ്ലസ് സി. സോ ഇതാണ് ഇതിന്റെ ആൻസർ. 2 ബൈ 5 എക്സ് റേസ് ടു 5 ബൈ 3 5 ബൈ 3 ആണല്ലേ. സോ ഇവിടെ ഇവിടെ 5 ബൈ 2 അല്ല, ശ്രദ്ധിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാല് 5 by 3 ആട്ടോ. എക്സ് റൈസ് ടു, കാര്യം 2 by 3 പ്ലസ് 1 വരുമ്പം
2 plus 3 into 1 3 divided by 3, that is 5 by 3 varying. So x raised to 5 by 3 divided by 5 by 3 plus x plus c. തിരിച്ചിടുമ്പോൾ 3 by 5 x raised to 5 by 3 plus x plus c. So ഇതാണ് ഇതിന്റെ ആൻസർ. 3 by 5 x raised to 5 by 3 plus x plus c. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഇത് എഴുതി എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എക്സാമ്പിളില് തേർഡ് ക്വസ്റ്റ്യൻ. അതാണ് എന്താണ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3 by 2 പ്ലസ് 2 ഇ റൈസ് ടു എക്സ് മൈനസ് 1 by എക്സ് എന്ത് ഡി എക്സ്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വലി എടുക്കുമ്പോൾ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3 by 2 എക്സ് ഡി എക്സ് പ്ലസ് ഈ 2 ഇ റൈസ് ടു എക്സിൽ 2നെ പുറത്തെടുക്കാം, 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ, സോ ഇവിടെ ഒരു ഡി എക്സ് ഇട്ട് കൊടുക്കണം, മറന്നു പോയത്, ഇ റൈസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1 by എക്സ് ഡി എക്സ്. സോ ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് റൈസ് ടു 3 by 2 പ്ലസ് 1 ഡിവൈഡ് ബൈ എന്ത് 3 by 2 പ്ലസ് 1. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 5 by 2 എന്നാണ് എഴുതി പോണം, പ്ലസ് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ത് തന്നെയാണ് ഇ റൈസ് ടു എക്സ് മൈനസ് 1 by എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാല് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ത് തന്നെയാണ് ഡി എക്സ് ഇക്വൽ ടു എന്താണ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും കൂടെ ഒരൊറ്റ സി ഇട്ടാൽ മതി. അതാണ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സിനെ ഇ റൈസ് ടു എക്സ് എന്ന് വന്നേക്കുന്നത്. പിന്നെ ഇന്റഗ്രൽ 1 by എക്സ് ഡി എക്സ് ഇക്വൽ ടു എന്താണ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അപ്പൊ ഇന്റഗ്രൽ 1 by എക്സ് ഡി എക്സിന് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അപ്പൊ ഇതെല്ലാം ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ ഇതിന് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് റൈസ് ടു ഇതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എക്സ് റൈസ് ടു എത്ര 3 by 2 പ്ലസ് 1 എത്ര 5 by 2. സോ എക്സ് റൈസ് ടു 5 by 2 ഡിവൈഡ് ബൈ 5 by 2 പ്ലസ് 2 ഇ റൈസ് ടു എക്സ് മൈനസ് എത്ര ലോഗ് മോഡ് എക്സ് പ്ലസ് സി. സോ ഇത് മുകളിൽ പോകുമ്പോൾ 2 by 5 എക്സ് റൈസ് ടു 5 by 2 പ്ലസ് 2 ഇ റൈസ് ടു എക്സ് മൈനസ് എന്ത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. സോ 2 by 5 എക്സ് റൈസ് ടു 5 by 2 പ്ലസ് 2 ഇ റൈസ് ടു എക്സ് മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. സോ ഇതാണ് ഇതിന്റെ എന്ത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, എഴുതി എടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എക്സാമ്പിൾ 3 വരുന്നുണ്ട്. സോ എക്സാമ്പിൾ 3 എന്താണ് പറയുന്നത്, എക്സാമ്പിൾ 3 പറയുന്നത് ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് എത്ര കോസ് എക്സ് എന്ത് ഡി എക്സ് എന്നുള്ളത്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. സോ അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓരോന്നിനും കൊടുക്കണം. ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എന്ത് കോസ് എക്സ് ഡി എക്സ് ഇൻഡിവിജ്വലി കൊടുക്കണം. ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ് നമുക്കറിയാം, ഇന്റഗ്രൽ സൈൻ എക്സ് എത്ര മൈനസ് കോസ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഫോർമുല പഠിച്ചു നോക്കണം. ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ് മൈനസ് എന്ത് കോസ് എക്സ്. ഇന്റഗ്രൽ കോസ് എക്സ് എന്ത് വരും സൈൻ എക്സ് എന്ന് വരും പ്ലസ് സി ഇട്ട് കൊടുക്കുക. സോ അപ്പൊ അത് ആ ഫോർമുല പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമാവും. ഇത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സബ് ക്വസ്റ്റ്യൻ 2 ആണ്. ഇന്റഗ്രൽ എന്താണ് കൊസീക് എക്സ് ഇൻറ്റു എത്ര കൊസീക് എക്സ് പ്ലസ് എത്ര കോട്ടെക്സ് ഡി എക്സ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇന്റഗ്രൽ കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് പ്ലസ് കോട്ടെക്സ് ഡി എക്സ്. അപ്പോ ഇവിടെ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ആവും. കൊസീക് എക്സ് ഇൻറ്റു കൊസീക് എക്സ് എന്ത് വരും കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ത് വരും കൊസീക് എക്സ് പിന്നെ എന്ത് വരും കോട്ടെക്സ് ഡി എക്സ് എന്ന് വരും. സോ ഇൻഡിവിജ്വലി ഇന്റഗ്രൽ എടുക്കാം. ഇന്റഗ്രൽ എന്ത് കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് ഇന്റഗ്രൽ എന്താണ് കൊസീക് എക്സ് കോട്ടെക്സ് ഡി എക്സ്. സോ ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്, ഡി എക്സ് പ്ലസ്. സോ ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാല് സോ നമ്മള് ആ ഒരു ഫോർമുല തീർച്ചയായിട്ടും എന്ത് ചെയ്യണം പഠിച്ചു നോക്കണം. ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് എന്താണ് മൈനസ് കോട്ടെക്സ് പ്ലസ്
ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് എന്ത് കിട്ടും? മൈനസ് എന്ത്? കൊസീക് എക്സ് പ്ലസ് സി എന്ന് വരും. സോ അങ്ങനെ നോക്കുമ്പോ ഈ ഫോർമുല പഠിച്ചു വെച്ചേക്കണം. ഏതാണ്? ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ്. ഇന്റഗ്രൽ എന്താണ്? കൊസീക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എന്താ? കോട്ട് എക്സ് എന്നും. ഇന്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ് എന്നുള്ളതല്ല ഫോർമുല നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് പഠിച്ചു നോക്കാം. സോ മൈനസ് കോട്ട് എക്സ് പ്ലസ് മൈനസ് മൈനസ് ആവും. മൈനസ് കൊസീക് എക്സ് പ്ലസ് സി എന്നുള്ളതാണ് നമ്മുടെ എന്ത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക. ഈ ഫോർമുലകൾ അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു സെക്ഷൻ ചെയ്യാനേ പറ്റത്തില്ല എന്നുള്ള കാര്യം ആരും മറന്നു പോയത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 1 മൈനസ് സൈൻ എക്സ് ബൈ എന്താണ്? കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, സോ അപ്പൊ ഈ കേസിൽ നമുക്ക് 1 ബൈ എന്തെടുക്കാം? കോസ് സ്ക്വയർ എക്സ് എടുക്കാം. സോ ഇന്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് എന്ത്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കും? കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ. സോ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ത് കിട്ടും നമുക്ക്? സീക് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് ഡി എക്സ് എന്ന് എടുക്കാം. സോ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഇനി സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? അല്ല വേണ്ട, ഓക്കെ അതോടെ കിടക്കട്ടെ. സീക് സ്ക്വയർ എക്സ് ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് മൈനസ് സൈൻ ബൈ കോസ് എന്താണ്? ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ റെസിപ്രോക്കൽ എന്താണ്? സീക് എക്സ്. സോ നമുക്കിതിനെ 1 ബൈ കോസ് ആദ്യം എഴുതാം. സീക് എക്സ് സൈൻ ബൈ കോസ് എത്ര? ടാൻ എക്സ് ഡി എക്സ്. സോ ഇനി ഇൻഡിവിജ്വലി കൊടുക്കുമ്പോ ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് മൈനസ് ഇന്റഗ്രൽ എന്ത്? സീക് എക്സ് ടാൻ എക്സ് ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ്. സോ സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ടാൻ എക്സ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ എന്ത്? സീക് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ടാൻ എക്സ്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്. അതുപോലെ തന്നെ ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സീക് എക്സ്. കാരണം സീക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക് എക്സ് ടാൻ എക്സ് ആണ്. സോ സീക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? സീക് എക്സ്. സോ സീക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? സീക് എക്സ് പ്ലസ് സി. സോ അപ്പൊ ഈ രണ്ട് കൺവേർഷനും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ചേഞ്ച് ഇക്വേഷൻ ആണ് ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ടാൻ എക്സ് ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സീക് എക്സ് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? എഴുതി എടുക്കുക. ഇനി ആ എക്സാമ്പിൾ സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തതിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോ സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഫൈൻഡ് ദി ആന്റി ഡെറിവേറ്റീവ് അല്ലെ? ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എന്ത്? ആന്റി ഡെറിവേറ്റീവ് എഫ്. ആന്റി ഡെറിവേറ്റീവ് ആണ് എഫ്. ഓഫ് എത്ര? സ്മോൾ എഫ് ഡിഫൈൻഡ് ബൈ സ്മോൾ എഫ് ഓഫ് എക്സ് is equal to 4x cube minus 6 where f of 0 is equal to 3. അപ്പൊ ഒരു കേസ് വളരെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കേസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം d by dx of എന്ത്? d by dx of എന്ത്? ക്യാപിറ്റൽ എക്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്മോൾ എഫ് എക്സ് എന്ന് കിട്ടുന്നത്. ഇനി സ്മോൾ എഫ് എക്സിന്റെ ഇന്റഗ്രേഷൻ എടുക്കുമ്പോ എന്ത് കിട്ടും നമുക്ക്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും പ്ലസ് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് സിയും കിട്ടും.
ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കേസാണ്. കാര്യം ഈ സി എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അപ്പൊ ഇത്രേ ഉള്ളൂ. ക്യാപിറ്റൽ എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് എക്സ്, ആ സ്മോൾ എക്സ് എഫ് എക്സിന്റെ ഇന്റഗ്രേഷൻ എടുക്കുമ്പോൾ വീണ്ടും എന്ത് കിട്ടും? ക്യാപിറ്റൽ എക്സ്. സി എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ഇവിടെ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഇവിടെ എന്തായി പോവും? സീറോ ആയി പോവും. ആ സീറോന് അല്ലെ ആ സീറോ ആയി പോയ ആ കോൺസ്റ്റന്റിനെ തിരികെ കൊണ്ടുവരുന്നതാണ് എന്ത്? സി എന്ന് പറയുന്നത്. സോ അതുപോലെ ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് എഫ് കണ്ടുപിടിക്കണം ഓഫ് സ്മോൾ എഫ്. അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ അപ്പൊ ശ്രദ്ധിക്കുക, സ്മോൾ എഫ് ഓഫ് എക്സ് നമുക്കുണ്ട്, അതിന്റെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതാണ് ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഓഫ് എഫ്. സോ എഫ് ഓഫ് എക്സ്, സ്മോൾ എഫ് ഓഫ് എക്സ് എന്നാൽ അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ എഫ് ഓഫ് എക്സിന് എടുക്കാം. സോ സ്മോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 4x ക്യൂബ് മൈനസ് എന്ത്? 6 എന്ന് കിട്ടും. സോ ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്ത്? 4x ക്യൂബ് മൈനസ് 6 എന്ത്? ഡി എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്തായി മാറും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 4x ക്യൂബിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ അല്ല വേണ്ട, ഈ സ്റ്റെപ്പ് കൂടെ അങ്ങനെ പോട്ടെ. ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 4x ക്യൂബ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 6 ഡി എക്സ്. സോ അപ്പൊ ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും നമുക്ക്? ഇന്റഗ്രൽ 4x ക്യൂബ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എത്തിട്ടും 4 പുറത്ത് വരും. സോ 4 നമുക്ക് പുറത്തിടാം. 4 into ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് എന്നാ. സോ 4 into എക്സ് ക്യൂബിന്റെ ഇന്റഗ്രേഷൻ എക്സ് റൈസ് ടു 4/4 എന്ന് വരും. 1 ആഡ് ചെയ്യും. മൈനസ് 6ന്റെ ഇന്റഗ്രേഷൻ മീൻസ് ശരിക്കും 6 into 1 എന്ന് ഇട്ടാൽ മതി. മൈനസ് 6ല് 6 പുറത്തിട്ടിട്ട് ഇന്റഗ്രൽ 1 ഡി എക്സ്. ഇന്റഗ്രൽ 1 ഡി എക്സ് എത്രയാണ്? എക്സ്. പിന്നെ എന്ത് കൊടുക്കണം നമ്മൾ? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഫ് ഓഫ് സി. സോ 4ഉം 4ഉം കട്ടായി പോകും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് പ്ലസ് സി. സോ ഇതാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ക്ലൂ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ക്യാപിറ്റൽ എഫ് ഓഫ് 0 3 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഇല്ല അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എഫ് ഓഫ് 0 3 ആന്ന് നമുക്കറിയാം. സോ നമുക്ക് എഫ് ഓഫ് 0 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 0 എങ്ങനെ കണ്ടുപിടിക്കും? ഈ എഫ് ഓഫ് എക്സിനകത്ത് എക്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 റൈസ് ടു 4 മൈനസ് എക്സ് പ്ലസ് സി. നമുക്കറിയാം എഫ് ഓഫ് 0 എത്ര? 3. സോ 0 റൈസ് ടു 4 മൈനസ് എക്സ് പ്ലസ് സി അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു എത്ര? 3 എന്ന് കൊടുക്കാം. സോ ഇവിടെ 0 ആണ്. 0 റൈസ് ടു 4 മൈനസ് 0 പ്ലസ് സി ഇസ് ഈക്വൽ ടു 3. സി ഇസ് ഈക്വൽ ടു എന്താണ്? 3. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അവര് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് 0 എന്താണ്? 3. അതായത് ഇവിടെ എക്സിന് 3 കൊടുത്താൽ വാല്യൂ എക്സിന് 0 കൊടുത്താൽ വാല്യൂ 3 കിട്ടുമെന്ന്. സോ എക്സിന് 0 കൊടുത്തപ്പോൾ സി എത്ര വന്ന്? 3 കിട്ടി. ആ സി എടുത്ത് വിട്ടു കൊടുത്താൽ മതി. Therefore എഫ് ഓഫ് എക്സ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് പ്ലസ് 3. ഇതായിരുന്നു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുത്തപ്പോഴാണ് എന്ത് വന്നത്? 4x ക്യൂബ് മൈനസ് എന്ത്? 6 വന്നത്. 4x ക്യൂബ് മൈനസ് 6. ഓ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 6 into 1 6x ആണ്. 6 into ഇന്റഗ്രൽ 1 ആവുമ്പോഴത്തേക്ക് എന്താണ്? ഇന്റഗ്രൽ 1 dx x. അപ്പൊ 6 into x 6x വരും. ഇവിടെ എന്തോ ഒരു 6x ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഇവിടെ പ്രശ്നമൊന്നുമില്ല. കാര്യം 6 into 0 എന്തോ വരും? 0 വരും. അപ്പൊ ഇത്രേ ഉള്ളൂ. എക്സ് റൈസ് ടു 4 മൈനസ് 6x പ്ലസ് 3. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓർക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ പോസ്റ്റിന് ശേഷം എഴുതി എടുക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു എന്ത് കണ്ടുപിടിച്ചിരുന്നു? ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് എഫ് കണ്ടുപിടിക്കണം. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്മോൾ എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ എഫ് ഓഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ 4x ക്യൂബ് മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാ? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പൊ ഇതിന്റെ ഇന്റഗ്രേഷൻ 4x റൈസ് ടു 4/4 മൈനസ് 6x പ്ലസ് സി എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 4 മൈനസ് 6x പ്ലസ് സി. പക്ഷെ സിയുടെ വാല്യൂ ഇവിടെ കിടക്കുന്നത്.
സോ നമുക്കറിയാം എഫ് ഓഫ് 0 is equal to 3. അപ്പൊ നമ്മൾ എഴുതണം എഫ് ഓഫ് 0 is equal to 3. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം 0 കൊടുക്കണം. സോ 0 raised to 4 minus 6 into 0 plus c is equal to 3. c is equal to 3 എന്ന് കിട്ടും. സോ അത് എടുത്ത് ഇടുമ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് is equal to x raised to 4 minus 6x plus 3. സോ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഇത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? സോ അത്രയും ഓർത്തിരുന്നാൽ മതി. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇപ്പൊ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് 7.1 കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ നോക്കുക, എക്സസൈസ് എത്ര 7.1. ഓക്കെ, 7.1 ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ എന്താ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6th ക്വസ്റ്റ്യൻ, 7.1 6th ക്വസ്റ്റ്യൻ. സോ ഇന്റഗ്രൽ 4e raised to 3x plus 1 എന്താണ് dx. സോ ഇതെങ്ങനെ ചെയ്യും? ഇന്റഗ്രൽ 4 പുറത്തെടുക്കും. 4 into ഇന്റഗ്രൽ e raised to 3x dx പ്ലസ് ഇന്റഗ്രൽ ഓരോ ടേംസിനും എന്ത് കൊടുക്കും? ഇന്റഗ്രൽ കൊടുക്കും. സോ ഇന്റഗ്രൽ 1 dx. 4നെ പുറത്തെടുത്തു, e raised to 3x dx പ്ലസ് ഇന്റഗ്രൽ 1 dx. സോ 4 into, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഉണ്ട്, e raised to 3x ന്റെ ഇന്റഗ്രേഷൻ. സോ ഇവിടെ ഓർക്കുക, ഇന്റഗ്രൽ e raised to x എന്താണ്? e raised to x പ്ലസ് c ആണ്. സോ അതുകൊണ്ട് e raised to 3x ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ e raised to 3x ബൈ 3x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. 3x ന്റെ ഡെറിവേറ്റീവ് എത്ര? 3. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ e raised to ax ആണെങ്കിൽ e raised to ax ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ax ന്റെ ഡെറിവേറ്റീവ് a കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. e raised to x മാത്രമാണെങ്കിൽ e raised to x എഴുതിയാൽ മതി. e raised to 3x ആണെങ്കിൽ e raised to 3x ആയതിനു ശേഷം 3x ന്റെ ഡെറിവേറ്റീവ്, 3x ന്റെ ഡെറിവേറ്റീവ് എത്ര? 3. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. പ്ലസ് 1 ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? x പ്ലസ് c. സോ ഇത്രേ ഉള്ളൂ. 4/3 e raised to 3x plus x plus c. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, ഇത് എഴുതിയെടുക്കുക. ഈ കേസ് ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കണം. e raised to x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to x തന്നെയാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ x² into 1 minus 1/x² dx. സോ ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. x² into 1 x² minus x² into 1/x². ഈ x² ഉം 1/x² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും, 1 വരും, dx എന്ന് വരും. സോ ഇന്റഗ്രൽ x² dx മൈനസ് ഇന്റഗ്രൽ 1 dx ഇൻഡിവിജ്വലി കൊടുത്തു. x² ന്റെ ഇന്റഗ്രേഷൻ x³/3 മൈനസ് 1 ന്റെ ഇന്റഗ്രേഷൻ എത്രയാണ്? x പ്ലസ് c. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? x³/3 മൈനസ് x പ്ലസ് c. സോ ബേസിക്കലി ഈ എക്സസൈസ് വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ വളരെ എളുപ്പമെന്ന് കരുതിയിരിക്കാതെ കാൽക്കുലേഷൻ ചെയ്യുക, എന്നാലേ നമുക്ക് നല്ല സ്പീഡ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഓരോന്നിന്റെയും നോട്ട്സ് എഴുതാൻ മറക്കരുത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഇന്റഗ്രൽ ax² പ്ലസ് bx പ്ലസ് c dx. സോ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓരോ ടേമിനും കൊടുക്കാം. ax² പ്ലസ് ഇന്റഗ്രൽ bx പ്ലസ് ഇന്റഗ്രൽ, അപ്പൊ അങ്ങനെ പറ്റില്ല, ഒരു കേസ് ഉണ്ട്. ഇന്റഗ്രൽ ax² dx പ്ലസ് ഇന്റഗ്രൽ എത്ര? bx dx പ്ലസ് എത്ര? ഇന്റഗ്രൽ c dx. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാല് നമുക്ക് ഈ കോൺസ്റ്റൻസിന് പുറത്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. a ഇൻറ്റു എന്ത്? ഇന്റഗ്രൽ x² dx പ്ലസ് ബിനെ പുറത്തെടുക്കാം, b ഇൻറ്റു ഇന്റഗ്രൽ x dx പ്ലസ് സിനെ പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, c പുറത്തെടുത്താൽ ഇന്റഗ്രൽ 1 dx വരും. അത് ആലോചിച്ചോണം. ഈ c എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളതാണ്, അപ്പൊ അത് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. സോ ഇൻറ്റു x² ന്റെ ഇന്റഗ്രേഷൻ x raised to 2 ആണ്. അപ്പൊ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ 3/3 പ്ലസ് b ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രേഷൻ, എക്സിന്റെ പവർ ഇപ്പോൾ 1 ആണ്, ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ 2/2 പ്ലസ് കോൺസ്റ്റന്റ് c ഇൻറ്റു 1 ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? x പ്ലസ് ഒരു വലിയ c കൂടി ഇട്ടേക്കാം, ക്യാപിറ്റൽ C. സോ ഇതാണ് നമ്മുടെ എന്ത് ആൻസർ? 6 പ്ലസ്.
2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ 9th ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ 2x² പ്ലസ് e റൈസ് ടു എക്സ് dx. സോ ശ്രദ്ധിക്കുക, 2നെ പുറത്തെടുക്കാം, ഇന്റഗ്രൽ x² dx കൊടുക്കാം, പ്ലസ് ഇന്റഗ്രൽ e റൈസ് ടു എക്സ് dx. 2 into x² ഇന്റഗ്രേഷൻ x³ 3 1 ആഡ് ചെയ്തു, അപ്പൊ 2 into 1 ആഡ് ചെയ്തപ്പോൾ 3 ആയി, by 3 ചെയ്തു, പ്ലസ് e റൈസ് ടു എക്സ് ഇന്റഗ്രേഷൻ e റൈസ് ടു എക്സ് പ്ലസ് c. സോ 2/3 x³/3 പ്ലസ് e റൈസ് ടു എക്സ് പ്ലസ് c. ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലെ. അടുത്തത് 10th ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ √x മൈനസ് 1/√x ദ ഹോൾ സ്ക്വയർ dx എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നത്, ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഉണ്ട്, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്തുവാ, a² മൈനസ് 2ab പ്ലസ് b², അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം പ്ലസ് എന്താണ് സെക്കൻഡ് ടൈമിന്റെ സ്ക്വയർ. സോ √x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു √x ഇൻറ്റു 1/√x പ്ലസ് എത്ര 1/√x എന്ത് സ്ക്വയർ. സോ √x സ്ക്വയർ x മൈനസ് ഈ √x കട്ടായി പോയി 2 പ്ലസ് 1/√x സ്ക്വയർ എന്ത് വരും 1/x. സോ ഇവിടെ എല്ലാം എന്ത് ഇട്ടേക്കണം, ഇന്റഗ്രൽ dx ഇട്ടേക്കണം, ബ്രാക്കറ്റ് ഇട്ടേക്കണം. ഓക്കെ, സോ ഇവിടെ ഇൻഡിവിജ്വലി ഇനി കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ x dx മൈനസ് 2 പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു എത്ര 1 dx പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ 2നെ പുറത്തെടുത്താൽ അവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം, പ്ലസ് ഇന്റഗ്രൽ 1/x എന്ത് dx. സോ x dx ആകുമ്പോൾ എന്ത് കിട്ടും, എക്സിന്റെ പവർ 1 ആഡ് ചെയ്യുമ്പോൾ x റൈസ് 2/2 മൈനസ് 2 ഇൻറ്റു 1 ഇൻ ഇന്റഗ്രേഷൻ x പ്ലസ്, അപ്പൊ അത് ഓർമ്മയുണ്ടല്ലോ, ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എത്രയാണ് x പ്ലസ് c. സോ 1/x ന്റെ ഇന്റഗ്രേഷൻ എത്രയാണ്, ലോഗ് മോഡ് x പ്ലസ് c എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം, x²/2 മൈനസ് 2x പ്ലസ് ലോഗ് മോഡ് x പ്ലസ് 2. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തില്ല. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ കുറെ ഫോമുലയെ പറ്റി പറഞ്ഞിരുന്നു. അതിലെല്ലാം ഒന്നും ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടില്ല. അപ്പൊ ആവശ്യമുള്ളവർ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ, കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ഫോമുല ഫുള്ള് ഞാൻ അയച്ചു തരാം. പിന്നെ അടുത്തതായിട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എക്സൈസ് 7.1 ചെയ്യുന്നതിന് മുമ്പ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിനടുത്തുള്ള എക്സൈസ് 7.1 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പൊ ഇത് വെറും ബേസിക്സ് ആണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫായിട്ട് കയറി വരും. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ടെക്സ്റ്റിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് തന്നെ എക്സൈസ് 7.1 ക്വസ്റ്റ്യൻസ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ നോക്കാവുന്നതാണ്. ഓൺലൈനിൽ സൊല്യൂഷൻസ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. ലൈവായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും. സൂമോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് നമുക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. ബാക്കി ക്വസ്റ്റ്യൻസ് മാക്സിമം ശ്രമിക്കുക. ഒരു പക്ഷേ ഈ എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തില്ലെന്ന് വരും. അതല്ലെന്നുണ്ടെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻസ് എടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ എക്സൈസ് 7.2 അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. സോ അപ്പൊ എനിവേ നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് അയക്കാം. ഓക്കെ, താങ്ക് യു.